യെസ്, എന്തായാലും അവിടെ പ്രതിഷേധം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പോകാൻ പോലീസ് അനുവദിക്കുന്നില്ല. എന്നാൽ മടങ്ങിപ്പോകാൻ പ്രതിഷേധക്കാരും ഇതുവരെ തയ്യാറായിട്ടില്ല. അവിടെ അവരെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മുതിർന്ന നേതാക്കളടക്കം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇടയ്ക്കിടെ പോലീസും കേന്ദ്രസേനയുമൊക്കെയായി ഈ സമരക്കാരും പ്രതിഷേധക്കാരുമൊക്കെ വാഗ്വാദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വലിയ പ്രക്ഷോഭത്തിന്, വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നുള്ള ശക്തമായ സന്ദേശം കൂടിയാണ് കോൺഗ്രസ് നൽകുന്നത്. വരും ദിവസങ്ങളിലും രാജ്യമെമ്പാടും ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച ഇന്ന് യോഗം ചേരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നേതാക്കളെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ എംപിമാരെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. 30 ആളുകൾക്കാണ് കൂടിക്കാഴ്ചയ്ക്ക് അവസരമുള്ളത്. പക്ഷേ അവർക്കും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരെ പോലീസ് കടത്തിവിടുന്നില്ല. 12 മണിക്കാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം അതിക്രമിച്ചതുകൊണ്ട് തന്നെ ഇന്നൊരു കൂടിക്കാഴ്ച നടക്കുമോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും ഇത്തരം വിവരങ്ങൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം തേജസ്വി യാദവ് അടക്കം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രതിഷേധക്കാർ മടങ്ങിപ്പോകുന്നില്ല, പോലീസാണെങ്കിൽ അവരെ മുന്നോട്ട് കടത്തിവിടുന്നുമില്ല. എന്തൊക്കെ സംഭവിക്കുന്നു അവിടെ? ജിൽസി, എന്തായാലും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഭരണഘടന ഉയർത്തിയുള്ള വലിയ പ്രതിഷേധമാണ് നടത്തുന്നത്. ഭരണഘടനയെ തകർക്കാൻ വേണ്ടിയാണ് BJP നോക്കുന്നത്. അതിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് കുറച്ച് കാലങ്ങളായി ആരോപിക്കുന്നത്. അതിനെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന രീതിയിൽ ഇപ്പോൾ ഭരണഘടന ഉയർത്തിക്കാട്ടി ഇപ്പോൾ ഉള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ MPമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നാൽ വലിയ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഇപ്പോൾ They don't have to insist on it. But secondly, since the data that Rahul Ji is citing is Election Commission data, Election Commission can look at its own data. It seems to me that instead of getting stuck on formalities, they should address the serious doubts that have been raised in people's minds. Because the integrity of the election system is credible, essential and vital for our own democracy. For it's too precious for us to tamper with. So my own view very seriously is that questions have been asked, answers must be given. That's all this is all about. And to my mind, the Election Commission's failure to take it seriously is really their failure, because the public must be reassured that it doesn't worry. So EC has been attacking Rahul Gandhi instead of giving answers. So what we want is answers, not attacks. MPമാരെ ഓരോരുത്തരെയായിട്ട് പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അതായത് നമ്മളിപ്പോൾ കാണുന്നത്, അതായത് കേരളത്തിൽ നിന്നുള്ള എംപിമാർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർ അറസ്റ്റ് വരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവരെ നീക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ തങ്ങൾ പിന്നോട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോഴും അതിനെയൊക്കെയും അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും